Good morning, all. So, today we can discuss about Android database classes. Android database classes എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ആൻഡ്രോയിഡിൽ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. SQL ഡാറ്റാബേസസും കണ്ടൻറ് പ്രൊവൈഡേഴ്സും കൂടി ചേർന്നിട്ട് നമുക്ക് ആൻഡ്രോയിഡിൽ സ്ട്രക്ചേർഡ് ഡാറ്റ പെർസിസ്റ്റൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. SQL databases can be used to store application data using a managed structured approach. Android offers a full SQLite relational database library. Every application can create its own database over which it has complete control. Having created your underlying data store, content providers offer a generic, well-defined interface for using and sharing data. അപ്പോൾ SQLite ഡാറ്റാബേസും കണ്ടൻറ് പ്രൊവൈഡേഴ്സും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കത് ഷെയറിങ്ങിനും അപ്ഡേഷനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. SQLite databases. Using SQLite, you can create fully encapsulated relational databases for your application. Use them to store and manage complex structured application data. അപ്പം നമുക്കത് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ്രോയിഡ് ഡാറ്റാബേസസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡാറ്റയിൽ നമ്മൾ പാക്കേജ് നെയിം കൊടുക്കുക /ഡാറ്റാബേസ് ഫോൾഡർ, അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാവും എവിടെ നമ്മളെ ഡിവൈസ് അഥവാ എമുലേറ്ററിൽ. പിന്നെ ക്ലാസ്സസ്, ഇതിൽ SQLite കുറച്ച് ക്ലാസ്സസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. It contains the SQLite database management classes that an application would use to manage its own private database. പ്രൈവറ്റ് ഡാറ്റാബേസസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് SQLite ക്ലാസ്സസ് ഉണ്ട്. SQLite ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താ പറയുക, കുറച്ച് ക്ലാസ്സസ് യൂസ് ചെയ്യും. Application uses these classes to manage private database. If creating a content provider, you will probably have to use these classes to create and manage your own database to store content. അപ്പോൾ നമ്മൾ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഈ ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്യണം. എന്തിന്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, നമുക്കത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ. അപ്പോൾ if you are working with data sent to you by a provider, you do not use these SQLite classes but instead use generic Android database classes. അപ്പം നമുക്കൊരു പ്രൊവൈഡർ അയച്ചു തന്ന കണ്ടൻറ്റ് വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ SQLite ക്ലാസ്സസ് യൂസ് ചെയ്യേണ്ട. ബട്ട് ഇൻസ്റ്റെഡ് എന്താണ്, ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ക്ലാസ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് SDK ആൻഡ് ആൻഡ്രോയിഡ് എമുലേറ്റേഴ്സ് ബോത്ത് ഇൻക്ലൂഡ് SQLite 3 command line database tool. On your development machine, run the tool from platform tools or folder of your SDK. അപ്പം നമുക്ക് ആൻഡ്രോയിഡ് SDK ആൻഡ് എമുലേറ്റേഴ്സ് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SQLite 3 command line database tool പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ മെഷീനിൽ ഡെവലപ്മെൻറ്റ് മെഷീനിൽ റൺ ദി ടൂൾ ഫ്രം പ്ലാറ്റ്ഫോം ടൂൾസിൽ നിന്ന് അത് റൺ ചെയ്യാം, ഓർ SDK ഫോൾഡറിന്. On emulator, run the tool with ADB shell. അപ്പം എമുലേറ്റർ ആണെങ്കിൽ ADB ഷെല്ലിൽ നിന്നായിരിക്കും റൺ ചെയ്യേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ ADB eShell SQLite 3 അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും റൺ ചെയ്യേണ്ടി വരിക. ഇനി ഓരോന്നിനും അതിൻ്റെതായ വേർഷൻസ് ഉണ്ട്. ഓരോ ആൻഡ്രോയിഡിന് SQLite വേർഷൻസ് ആണ് പറയുന്നത്. പിന്നെ കുറച്ച് ക്ലാസ്സസ് നോക്കാം. SQLite ക്ലോസബിൾ. അപ്പം ഒരു ഒബ്ജക്റ്റ് നമ്മൾ SQLite ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് SQLite ക്ലോസബിൾ. SQLite കഴ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴ്സർ ഇംപ്ലിമെൻറ്റേഷൻ ദാറ്റ് എക്സ്പോസസ് റിസൾട്ട് ഫ്രം എ ക്വറി ആണ് SQLite ഡാറ്റാബേസ്. SQLite ഡാറ്റാബേസിൽ റിസൾട്ട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് SQLite കഴ്സർ എന്ന് പറയുന്നത്. പിന്നെ SQLite ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോസസ് മെത്തേഡ്സ് ടു മാനേജ് SQL ഡാറ്റാബേസ്. SQLite ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് അതിലുണ്ടാവുക. SQLite ഡാറ്റാബേസ് ഓപ്പൺ പെരംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പർ ഫോർ കോൺഫിഗറേഷൻ പാരാമീറ്റേഴ്സ് ദാറ്റ് ആർ യൂസ് ഫോർ ഓപ്പണിംഗ് SQL ഡാറ്റാബേസ്. SQL ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാനുള്ള സംഭവങ്ങളാണ്
എന്തിലുണ്ടാവുക, ഓപ്പൺ പാരംസിൽ പറയുന്നത്. ഈ ഓപ്പൺ പാരംസിൻ്റെ ബിൽഡേഴ്സാണ് SQLite ഡാറ്റാബേസ് ഡോട്ട് ഓപ്പൺ പാരംസ് ഡോട്ട് ബിൽഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ടാവുക. പിന്നെ SQLite ഓപ്പൺ ഹെൽപ്പർ ഒരു ഹെൽപ്പർ ക്ലാസ് ആണ്. ഈ ഡാറ്റാബേസിന് എന്താ പറയുക, എല്ലാ ക്രിയേഷനും അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പർ ക്ലാസ് ആണ് SQLite ഓപ്പൺ ഹെൽപ്പർ. SQLite പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ക്ലാസ് ഫോർ കമ്പൈൽഡ് SQLite പ്രോഗ്രാംസ്. ഒരു SQLite കമ്പൈൽ ചെയ്ത SQLite പ്രോഗ്രാംസിൻ്റെ ഒരു ബേസ് ക്ലാസ് ആണ് SQLite പ്രോഗ്രാം. SQLite query എന്ന് പറഞ്ഞാൽ represents a query that reads the resulting row into SQLite query. അപ്പം റിസൾട്ടിങ് റോനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. SQLite query builder എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ കൺവീനിയൻസ് ക്ലാസ് ദറ്റ് ഹെൽപ്സ് ബിൽഡ് SQL queries to be sent to SQLite database objects. SQL database objectsലേക്ക് സെൻഡ് ചെയ്യാനുള്ള ക്വയറീസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് ആയിരിക്കും SQLite query builderൽ ഉണ്ടാവുക. SQLite സ്റ്റേറ്റ്മെൻറ്റിൽ റെപ്രസെൻ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് എഗെയിൻസ്റ്റ് എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതാണ് ഇതിൽ SQLite സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ക്ലാസ്സസ്. അതിൽ കുറച്ചെങ്കിലും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് കണ്ടൻറ് പ്രൊവൈഡേഴ്സ്. കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. Content providers can help an application manage access to data stored by itself, stored by other apps, and provide a way to share data with other apps. നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ആപ്പ് സ്റ്റോർ ചെയ്തതാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ ഡാറ്റ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എ സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ് ദാറ്റ് കണക്ട്സ് ഡാറ്റ ഇൻ വൺ പ്രോസസ് വിത്ത് കോഡ് റണ്ണിങ് ഇൻ അനദർ പ്രോസസ്. ഒരു പ്രോസസ്സിലെ ഡാറ്റയും അനദർ പ്രോസസ്സിലെ കോഡ് റണ്ണിങ്ങും അത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നുണ്ട് കണ്ടൻറ് പ്രൊവൈഡേഴ്സ്. Implementing a content provider has many advantages. Most importantly, you can configure a content provider to allow other applications to securely access and modify your app data. അപ്പം കണ്ടൻറ് പ്രൊവൈഡേഴ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റ സെക്യൂറായിട്ട് ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്, ഹൗ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് മാനേജ് ആക്സസ് സ്റ്റോറേജ്. അതിൻ്റെ ഫിഗറാണ്. Use content providers if you plan to share data. If you don't plan to share data, you may still use them because they provide a nice abstraction, but you don't have to. This abstraction will allows you to make modification on your application data storage implementation without affecting other existing applications that rely on access to your data. അപ്പോൾ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുമാതിരി എബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം രണ്ട് പ്രോസസ്സിനൊക്കെ ആക്സസ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നിനെ എഫക്റ്റ് ചെയ്യാണ്ട് സെക്യൂറായിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ലാസ്റ്റ് പറഞ്ഞത്. ദിസ് അബ്സ്ട്രാക്ഷൻ അലൗസ് യു ടു മേക്ക് മോഡിഫിക്കേഷൻ ടു യുവർ ആപ്ലിക്കേഷൻ ഡാറ്റ സ്റ്റോറേജ് ഇംപ്ലിമെൻറ്റേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് അതർ ഡാറ്റ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ദറ്റ് റിലൈ ഓൺ ആക്സസ് ടു യുവർ ഡാറ്റ. അപ്പം ഇത്രയാണ് SQLite ഡാറ്റാബേസസും കണ്ടൻറ് പ്രൊവൈഡേഴ്സും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.